സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അത്ഭുതത്തിന്റെ കരത്തെ വെളിപ്പെടുത്തണം. വചനത്തിന്റെ വെളിപ്പാടിനെ ഞങ്ങൾക്ക് തരണം. വചനത്തിലൂടെ, ആത്മാവിലൂടെ കർത്താവ് സംസാരിക്കണം. നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം സ്വർഗം എല്ലാം മഹത്വത്തോടെ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, നിൻ രൂപമേനി എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, നിൻ രൂപം ഏനി എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. അരകാശിന് മുതലില്ലാതെ തലചായിപ്പാൻ സ്ഥലമില്ലാതെ. അരകാശിന് മുതലില്ലാതെ തലചായിപ്പാൻ സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. കർത്താവേ, നിൻ രൂപം ഏനി എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. കരങ്ങൾ ഉയർത്തി ഒരു മഹത്വം ദൈവത്തിന് കൊടുത്തേ. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പവിത്രമായ നാമത്തെ ഇന്ന് പകൽ ഉയർത്താൻ ക്രിസ്തുവിൽ ലഭിക്കപ്പെട്ട നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഓർത്ത്, പ്രത്യേക ലൈവിലായിരിക്കുന്ന സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത്
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹത്തോടുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു, സ്വാഗതവും ചെയ്യുന്നു. അവളുടെ പേരെന്താ? സൂര്യ. അച്ഛൻ്റെ മോളാണ്. ഓക്കെ. രണ്ടാമത്തെ ആളാണ് ബാംഗ്ലൂർ. ഓക്കെ. ഇപ്പോൾ ആദ്യമായിട്ടല്ലേ മീറ്റിംഗ്? മീറ്റിംഗിലേക്ക് പ്രത്യേക വെൽക്കം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് കർത്താവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പരിശുദ്ധ ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം. നമ്മുടെ പല പ്രിയപ്പെട്ടവരും കടന്നു വരാനുണ്ട്. പലരും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്രം. നമ്മുടെ സഹോദരൻ സനൂപിന്റെ മാതാവ് ശാരീരിക അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നു. സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പല പ്രിയപ്പെട്ടവരും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. മറ്റു പലരും എന്താണ് വരാത്തതെന്നുള്ള വ്യക്തമായ കാരണം അറിയില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവം ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച ഒരു ദൂത് ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒട്ടും സമയം കളയാതെ കർത്താവ് ഏൽപ്പിച്ച വെളിപ്പാടിലേക്ക് കടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഈ ഭാഗം ഞാൻ ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അതിനോട് അനുബന്ധിച്ച് ആണ് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ആ ഭാഗം തന്നെ ഇന്ന് പകൽ ചിന്തിക്കണം, ആ ഭാഗം തന്നെ ഇന്ന് പകൽ ധ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടലിനനുസരിച്ചാണ് ഇന്ന് പകലിൽ സ്തോത്ര ആ ഭാഗം തന്നെ ഒന്നോടൊന്ന് ശുശ്രൂഷിക്കാനും ചിന്തിക്കാനും ദൈവാത്മാവിൽ ആഗ്രഹിക്കും. നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. റോമർക്കെഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നത്. 4:3. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. വളരെ ചിന്തനീയമായ ഒരു തിരുവെഴുത്ത് ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിക്കണം. റോമാലേഖനം തന്നെയാണ്, 2-ാം അധ്യായം അതിന്റെ അവസാന വാക്യം ഒന്ന് വായിക്കാം. റോമ 2-ന്റെ അടുത്ത വാക്യം. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ. അവൻ മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ. അപ്പോൾ ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന. അപ്പൊ 2 കാര്യമാണ്. ഒന്ന്, നീതിക്കായി ദൈവം കണക്കിട്ടു, അല്ലെങ്കിൽ അതിന് മുമ്പ് പറയുന്നു ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. ഈ 2 വാക്കുകൾ ഈ ശുശ്രൂഷ അവസാനിക്കുന്ന സമയം വരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കും. ഒന്ന്, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. 2, നീതിക്കായിട്ടുള്ള ദൈവം കണക്കിട്ട അനുഭവം. ഇത് 2 നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നമുക്കറിയാലോ, റോമാലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ ഈ ലേഖനം എഴുതാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളെ
റോമൻ ജനങ്ങൾക്ക്, വിശ്വാസി സമൂഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് കാതലായ ഒരു വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളെ എന്ത് ചെയ്യണം? അദ്ദേഹം വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്നും ഒരു ക്രിസ്തീയ വിശ്വാസിയാണെന്നും നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മർമ്മമാണ് റോമാലേഖനത്തിലൂടെ അപ്പോസ്തലൻ പറയുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന് ചില അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ അടിസ്ഥാന ഉപദേശങ്ങൾക്കനുസരിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കാത്തവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. തലമൂത്ത പല അച്ചായന്മാര് പറയും ഞങ്ങള് ക്രിസ്ത്യാനിയാണ്, ഉമ്മ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വെറുതെ ഉപയോഗിക്കേണ്ട ഒരു പദപ്രയോഗമല്ലത്. മറിച്ച് ഹല്ലേലൂയ, കർത്താവിന്റെ പാത പിന്തുടരുകയും ഒപ്പം ക്രിസ്തീയ ജീവിതത്തിന്റെ ഉപദേശ സത്യങ്ങളെ അതിനനുസരിച്ച് ജീവിതത്തിൽ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവ കുഞ്ഞിനെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാതെ അതുവഴി ഇതുവഴി നടക്കുന്നവന് ഉള്ള പേരല്ലത്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വതന്ത്രമൊക്കെ ഏത് വഴിക്ക് പോയത് പോട്ടെ, സാരം അല്ലേ, തപ്പി പിടിച്ച് കിട്ടുവാണെ പറഞ്ഞ കുഴപ്പമൊന്നും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം, ഉറക്കം തൂങ്ങിയിരിക്കരുത്, വളരെ പ്രാർത്ഥന. അപ്പൊ മനസ്സിലാക്കുക, ക്രിസ്തീയ ഉപദേശ അടിസ്ഥാനങ്ങളെ വെളിപ്പെടുത്തി. എന്നിട്ട് പറയുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസത്താലുള്ള നീതീകരണം. പറഞ്ഞു, വിശ്വാസത്താലുള്ള നീതീകരണത്തെ ആധികാരികമായി വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് റോമാലേഖനം. അതിന്റെ അകത്ത് പൗലോസ് എടുത്തു പറയുന്ന ഒരു പദപ്രയോഗമാണ് ദൈവത്തിന്റെ നീതി. ഒരാമേൻ പറയാം. സ്തോത്രം. അതിനകത്ത് ഏറ്റവും എടുത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പദമാണ് ദൈവത്തിന്റെ നീതി. സ്തോത്രം. വിശ്വാസത്താൽ നീതീകരണം നടക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് ആ മനുഷ്യൻ ആഴമായ ആത്മാവിൽ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതി ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഒരാമേൻ പറഞ്ഞേ. ദൈവത്തിൽ വിശ്വസിച്ച് ക്രിസ്തീയ ജീവിതത്തെ അതിന്റെ പരമാർത്ഥതയോടെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അതിന്റെ ജീവിതത്തിൽ ഒരു ദൈവനീതി ഉണ്ടാവും. സ്തോത്രം. ആരൊക്കെ അനീതി കാണിച്ചാലും ദൈവം എന്ത് ചെയ്യത്തില്ല? പറ. വിശ്വാസം ഉണ്ടെങ്കിൽ പറ, ദൈവം അനീതി കാണിക്കത്തില്ല. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ലേഖനത്തിന്റെ റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ജാതികളോടാണ് പറയുന്നത്, നിങ്ങൾ പാപത്തിന്റെയും ശാപത്തിന്റെയും അധീനതയിലാണ് കിടക്കുന്നത്. 1-ാം അധ്യായം. നിങ്ങൾ പാപത്തിന്റെയും ശാപത്തിന്റെയും അധീനതയിൽ കിടക്കുന്നു എന്ന് ജാതികളെ ബോധ്യപ്പെടുത്തുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ ദൂത് തന്നെ യഹൂദന്മാരോട് പറയുന്നു, നിങ്ങൾ യഹൂദന്മാരായതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, നിങ്ങളും പാപത്തിന്റെയും ശാപത്തിന്റെയും അധീനതയിൽ കിടക്കുന്നു. അതാണ് 2-ാം അധ്യായം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാരോടും ജാതികളോടും ഒരേ സ്വരത്തോടെ താൻ ആ ദൂതിനെ ആവർത്തിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ പാപത്തിന്റെയും ശാപത്തിന്റെയും അധീനതയിലാണ് കിടക്കുന്നത്. പക്ഷെങ്കിൽ ഇതിന്റെ അകത്തു നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്കൊരു വഴിയുണ്ട്. അത് ഒരുവനിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അവനിലൂടെ നിങ്ങൾക്കൊരു നീതീകരണമുണ്ട്.
ഒരാമൻ പറയാമോ? ഒന്നും രണ്ടും അധ്യായം അവരുടെ സാഹചര്യത്തെ വെളിപ്പെടുത്തുമ്പോൾ, മൂന്നാമത്തെ അധ്യായത്തിൽ അവർ അധീനപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിന്റെ അകത്തു നിന്ന് പുറത്തു വരാനുള്ള വഴിയെയാണ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. ഏത് വിഷയത്തിന്റെ അധീനതയിൽ നമ്മൾ കിടന്നാലും പുറത്തു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശുവിൽ വിശ്വസിച്ച് യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക. സ്തോത്രം. യേശുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് കർത്താവിന് നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് ആ വഴി നീ തെരഞ്ഞെടുത്ത് അതിനനുസരിച്ച് നിന്റെ ജീവിതത്തെ നയിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ഇന്ന് പകൽ ഞാൻ ദൂത് വിളിച്ചു പറയാ, അധീനപ്പെട്ടു നിൽക്കുന്ന, ഊരിപ്പോരാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന, നിന്നെ മാനസികമായും അല്ലാതെയും പ്രയാസപ്പെടുത്തുന്ന ആ സ്വാതന്ത്ര്യത്തിൽ നിന്നും നിനക്ക് പുറത്തു വരാൻ ഒറ്റ വഴിയേ ഉള്ളത്, ക്രിസ്തുവിന്റെ വഴിയാണ്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് നിന്ന് ഊരിപ്പോരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ അധീനതയിൽ കിടന്ന് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ആ മനസ്സിനെ ആ ഹൃദയത്തെ നോക്കിക്കൊണ്ടാണ് ദൈവാത്മാവ് പറയുന്നത്, അതിന്റെ അധീനതയിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ ഒരു രക്ഷകൻ നിന്റെ കൂടെയുണ്ട്, ഒരു യേശു നിന്റെ കൂടെയുണ്ട്, ഒരു വലിയ ണ്ട്. അതിനെ തിരഞ്ഞെടുക്കാൻ നിന്റെ ഹൃദയം എപ്പോൾ സമർപ്പിക്കുന്നോ, തീരുമാനമെടുക്കുന്നോ, അതിന്റെ അകത്ത് നിനക്ക് പുറത്തു വരാൻ ആരാരും നിനക്ക് സഹായമില്ലെങ്കിലും നിന്നെ സഹായിക്കാൻ വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില അസ്വാതന്ത്ര്യത്തിന്റെ നടുവിൽ കുടുങ്ങിക്കിടക്കുന്ന ചില ഹൃദയങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് നീ ദൈവത്തോട് നിലവിളിക്കും. അതാ പൗലോസ് പറയുന്നത്. ഈ പാപത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം, ഈ ശാപത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. നീ കുടുങ്ങിയിരിക്കുന്ന, നീ അനുഭവിക്കുന്ന ഈ അനുഭവ സാഹചര്യത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. പൗലോസ് പറയുന്നു, യേശുവിൽ വിശ്വസിക്കേണ്ടതുപോലെ നിങ്ങൾ വിശ്വസിക്കും. യേശുവിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കുക. പൗലോസ് പറയുന്നു, ഇതിന്റെ അകത്ത് നിന്നൊരു നീതീകരണം. സ്തോത്രം. ഇതിന്റെ അകത്ത് നിന്നൊരു നീതീകരണം. അതിന്റെ അർത്ഥം എന്നാ? നീതീകരണം ഉണ്ടാകണമെങ്കിൽ ഇപ്പോ നിൽക്കുന്ന സാഹചര്യം ഏതാ? അനീതിയാണ്, നീതി ഇല്ലാത്ത സാഹചര്യമാണ്. ഹല്ലേലൂയ. മാനുഷിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, ശരിയാ. മാനുഷിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ തെറ്റുകൾ പലതും ശരിയായിട്ട് തോന്നാം. പക്ഷെ ദൈവം കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ നീ ശരിയെന്ന് വിചാരിക്കുന്ന പലതും തെറ്റാണെന്ന് മറക്കരുത്. സ്തോത്രം ചെയ്യും. നിനക്ക് ശരിയെന്ന് തോന്നുന്ന പലതും ദൈവം കീറി മുറിച്ചു നോക്കുമ്പോൾ പലതും തെറ്റാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന, അതിന്റെ അകത്ത് നിന്ന് നിനക്ക് പുറത്തു വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിനെ നീ ആശ്രയിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ലോകം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. സ്തോത്രം. ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും നമ്മളെ ചേർത്ത് പിടിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. സന്തോഷമുള്ള ഒരു രാമൻ പറഞ്ഞു. അപ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ഈ പറഞ്ഞ സംഗതികളെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അബ്രഹാമിനെയും ദാവീദിനെയും ഉദാഹരണമായി പൗലോസ് അവരുടെ മുൻപിൽ ചിത്രീകരിക്കും. അതെന്തുകൊണ്ടാ പഴയ നിയമ ഭക്തന്മാരെ എടുത്തത്? യഹൂദന്മാരുടെ ഇടയിൽ പഴയ നിയമ ഭക്തന്മാർക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. യേശു എന്ന് കേട്ടാൽ രോഷം വരുന്നവർ, അബ്രഹാം എന്ന് കേട്ടാൽ തുള്ളിച്ച. മനസ്സിലായില്ല? സ്തോത്രം ചെയ്യുന്നു. യേശു എന്ന് കേട്ട് കഴിഞ്ഞാൽ പല്ലിറുമി
കടിക്കും. പക്ഷെ അബ്രഹാം എന്ന് കേട്ട്, മോശ എന്ന് കേട്ട് എവിടുന്ന് ആത്മാവ് വരുന്നു എന്ന് അറിയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആ രീതിയാ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അവരിലൂടെ ഇത് തെളിയിച്ചാൽ താൻ പറഞ്ഞ കാര്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന് ഒരു ഉറപ്പ് വരുമെന്ന് വ്യക്തമായ ബോധ്യം ആത്മാവ് പൗലോസിന് നൽകി. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെയും ദാവീദിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് വിശ്വാസത്താലുള്ള നീതീകരണത്തെയും ഹൃദയ പരിച്ഛേദനെ കുറിച്ചും അല്ലെങ്കിൽ പൗലോസ് വെളിപ്പെടുത്തി കൊടുത്തു. അവിടെ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അവനെ അതിനെന്ത് ചെയ്തു? നീതിക്കായി. ദൈവം അത് നീതിക്കായി കണക്കിട്ടു. ഒരാമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യും. അപ്പൊ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് നീതിക്കായി കണക്കിട്ടു. സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽക്കാലം ഹല്ലേലൂയ, സ്തോത്രം, ലോഗിറ്റ്സോമ എന്ന ഗ്രീക്ക് വേർഡാണ് കണക്കിട്ടു എന്ന് പറയുന്നത്. ലോഗിറ്റ്സോമ എന്ന ഗ്രീക്ക് പദമാണ് കണക്കിട്ടു എന്ന് വെച്ചാൽ, എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, ആ വരവ് വെക്കുന്ന ഒരു പ്രക്രിയ എങ്ങനെയാണോ അതിനെയാണ് ലോഗിറ്റ്സോമായി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു എമൗണ്ട്, ഞാനൊരു 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് FD ആയിട്ട് ഞാൻ ഇടുന്നതിനെയാണ് കണക്കിടുന്നു, ലോഗിറ്റ്സോമ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായത് നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഈ FD ഉള്ള ആള് അവൻ ഒരു 5 ലക്ഷം രൂപ ഇപ്പോൾ ഇട്ടാൽ, ഇപ്പൊ ഞാൻ ഒരു 5 ലക്ഷം രൂപ FD ഇട്ടെന്നിരിക്കട്ടെ, 5 ലക്ഷത്തിനകത്ത് നിൽക്കുന്ന ഏത് വിഷയം വന്നാലും എന്നെ ബാധിക്കത്തില്ല. ശരിയാണോ? സാമ്പത്തികമായ 5 ലക്ഷത്തിന്റെ അകത്ത് നിൽക്കുന്ന ഏത് വിഷയം വന്നാലും എന്നെ അത് ബാധിക്കത്തില്ല. കാരണം ഇത് ഇട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്. അതിനകത്ത് നിൽക്കുന്ന ഏത് സംഗതി വന്നാലും എനിക്ക് ബാധിക്കത്തില്ല, എന്നെ ബാധിക്കത്തില്ല. അത് FD ഇടുന്നവന്റെ ഒരു ആത്മവിശ്വാസം. എന്നാൽ FD ഇടാതെ പോക്കറ്റ് മൊത്തം കാലിയാക്കി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരു വിഷയം വന്ന് നമ്മൾ എന്ത് ചെയ്യും? വെപ്രാളപ്പെടും, ഇല്ലേ? എവിടുന്ന് പൈസ ഉണ്ടാക്കും? സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പക്ഷെ നമ്മളൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്താ വിഷയം വന്നാലും നമ്മൾ ഭാരപ്പെടത്തില്ല, നമ്മൾ പ്രയാസപ്പെടത്തില്ല. അതിനെ ഹല്ലേലൂയ അർത്ഥമാക്കുന്നത് എങ്ങനെയാണ്? ലോഗിറ്റ്സോമ എന്ന ഗ്രീക്ക് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 4-ാം അധ്യായത്തിൽ ഏകദേശം 9 പ്രാവശ്യം കണക്കിടുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഏകദേശം 41 പ്രാവശ്യം കണക്കിടുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണമേ. അല്ലെങ്കിൽ ഇവിടെ പറയുന്നു, അബ്രഹാം സ്വയം നീതീകരണ പ്രകാരം അവൻ നീതീകരിക്കപ്പെട്ടതല്ല, തന്റെ പ്രവൃത്തി കൊണ്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടതല്ല. പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തിയെ കുറിച്ച് ഞാൻ പുറകെ പറയാം. പ്രവൃത്തി പൂർണ്ണമായി ഇല്ലെന്നല്ല, പക്ഷെ ആ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോൾ തന്റെ പ്രവൃത്തി കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി കൊണ്ട് അവൻ നീതീകരിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി അവനിൽ വലുതായെങ്കിലും ദൈവസന്നിധിയിൽ അതൊന്നുമല്ല. കണ്ടോ? എന്റെ പ്രവൃത്തിയാണ് എന്റെ നീതീകരണത്തിന്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നുണ്ടെങ്കിൽ, വചനം പറയുന്നു ദൈവസന്നിധിയിൽ അതൊന്നുമല്ല. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? എന്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടാണെന്ന് പറയുമ്പോൾ നിനക്കത് മാന്യമാണെങ്കിലും ദൈവസന്നിധിയിൽ അതൊന്നും അല്ലെന്നാ പറഞ്ഞേണ്ട. തിരുവെഴുത്തെന്നാ പഠിപ്പിക്കുന്നേ? ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാം ദൈവത്തിൽ, ഒരാമേൻ പറഞ്ഞേ, വിശ്വസിച്ചു. ഞാൻ ആ ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, അത് വായിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. ശ്രദ്ധിച്ചു കേൾക്കണമേ. അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൈമാറി. നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ അബ്രഹാം പാരമ്പര്യത്തിന്റെ
അല്ലെങ്കിൽ അന്യാരാധനയുടെ നടുവിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചിറക്കിയ മനുഷ്യനാണ് അബ്രഹാം. തന്റെ പിതൃഭവനം, ബന്ധുക്കാർ, ചാർച്ചക്കാർ, ദേശക്കാർ സകലതും വിട്ട് ഹല്ലേലൂയ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ട് ഇറങ്ങിയ മനുഷ്യനാണ് അബ്രഹാം. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയ മനുഷ്യനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. അവിടം കൊണ്ടും തീർന്നില്ല, ഞാൻ ബഹുജാതികൾക്ക് നിന്നെ പിതാവാക്കും. ഹല്ലേലൂയ, നിന്റെ തലമുറയിൽ നിന്ന് ഭരണാധികാരികൾ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ, ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആഴമേറിയ ഒരു വാഗ്ദത്തം, ദേശത്തിന്റെ വാഗ്ദത്തം, തലമുറയുടെ വാഗ്ദത്തം, അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം, അങ്ങനെ മൂന്നായിട്ട് അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളെ തരംതിരിച്ചു പഠിപ്പിക്കാം. ദേശത്തിന്റെ വാഗ്ദത്തം കൊടുത്തു, തലമുറകളുടെ വാഗ്ദത്തം കൊടുത്തു, അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം കൊടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, കാണിപ്പാനിരിക്കുന്ന ദേശം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അതാണ് ദേശത്തിന്റെ വാഗ്ദത്തം, തലമുറയുടെ വാഗ്ദത്തം. ഹല്ലേലൂയ, ഒരു തലമുറയും ഇല്ലാതാണ് അബ്രഹാം ദൈവശബ്ദം കേട്ടിറങ്ങിയത്. എന്നാൽ അവന് തലമുറ നൽകി ദൈവം അനുഗ്രഹിക്കാൻ ഇടയായി തീർന്നു. അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം എന്താ പറയുക? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം ഞാൻ പറഞ്ഞു, മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള വാഗ്ദത്തങ്ങൾ കേട്ട് അബ്രഹാം ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അബ്രഹാം വിശ്വസിച്ചത് വാഗ്ദത്തത്തിലും വാഗ്ദത്തം തന്നവനിലുമാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അബ്രഹാം വിശ്വസിച്ചത് തന്നിലല്ല, അബ്രഹാം വിശ്വസിച്ചത് തന്നിലല്ല, സെൽഫ് കോൺഫിഡൻസ് അല്ലായിരുന്നു അബ്രഹാമിന്, മറിച്ച് തന്ന വാഗ്ദത്തത്തിലും വാഗ്ദത്തം തന്നവനിലുമാണ് അബ്രഹാം വിശ്വസിച്ചത്. വിശ്വസിച്ച അബ്രഹാമിന് ദൈവം അത് നീതിക്കായി കണക്കിട്ടു. ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ പറയാ, നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും വാഗ്ദത്തങ്ങൾ തന്നവരിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഇന്ന് അബ്രഹാമിന്റെ വചനത്തിന്റെ ആ വെളിപ്പാടിലൂടെ ഞാൻ വിളിച്ചു പറയാ. നീ വിശ്വസിക്കേണ്ടത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നതിനെയല്ല, നീ വിശ്വസിക്കേണ്ടത് ദൈവം നിന്നോട് പറഞ്ഞ ദൈവശബ്ദത്തെയും ആ ദൈവത്തിന്റെ ആലോചനകളെയും നീ വിശ്വസിക്കുക. ഇന്ന് ആത്മാവിടക്കുന്നു. അബ്രഹാം വിശ്വസിച്ചത് തന്നിലല്ല, അബ്രഹാം വിശ്വസിച്ചത് വാഗ്ദത്തത്തിലും വാഗ്ദത്തം തന്നവനിലും. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ വചനത്തെ ഏറ്റെടുക്കുന്നുണ്ടോ? ഇന്നൊക്കെ ഞാനൊരു ദൂത് പറയട്ടെ, അല്ലെങ്കിൽ പലവിധ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടും അത് നടക്കാതിരിക്കുന്നത് കൊണ്ട്, പലവിധ ആലോചനകൾ കേട്ടിട്ടും അത് സംഭവിക്കാതിരിക്കുന്നത് കൊണ്ട് അവിശ്വസിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുകയാ. അവിശ്വസിക്കരുതെന്ന് ആത്മാവ് ഇടപെടുക. വാഗ്ദത്തങ്ങളിലും വാഗ്ദത്തം തന്നവനിലും വിശ്വസിക്കുക. അവൻ മഹത്വത്തെ വെളിപ്പെടുത്തും, അവൻ ജീവിതത്തിൽ ഒരു നീതി വെളിപ്പെടുത്തും, അവൻ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുത്തും, അവൻ നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങളിൽ സംശയിക്കുന്ന, ചില ദൈവാലോചനകളിൽ സംശയിക്കുന്ന ചിലരും മനസ്സിനെ ഉറപ്പിക്കാൻ, ഹൃദയത്തെ ഉറപ്പിക്കാൻ വിശ്വസിക്കുക. ദൈവകൃപ എന്ന മകൾ അവതനത്തിന്റെ വെളിപ്പാടിലൂടെ ദൈവകൃപ എന്ന മകൾ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നവകൾ വ്യാപരിക്കട്ടത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നവകളത് വെളിപ്പെട്ടു വരട്ടെ. ആത്മാവിനോട് ആഴമായി ഇടപെടുന്നു, ആത്മാവിനോട് ആഴമായി ഇടപെടുന്നു. ദൈവം പറഞ്ഞ ആലോചനകളിലെ സംശയങ്ങൾ മാറ്റുക, മാറ്റുക, മാറ്റുക. ദൈവം പറഞ്ഞ ആലോചനകളിലെ സംശയങ്ങൾ മാറ്റുക. നിന്നോട് പറഞ്ഞത് ചിലരി ഒരു മനുഷ്യനാണെങ്കിലും അവനിലൂടെ അറിയിച്ചത് ദൈവമാണെന്ന് മറക്കരുത്. നിന്നോട് ഇടപെട്ടത് ഒരു മനുഷ്യന്റെ അതരത്തിൽ നിന്നാണെങ്കിലും ആ അതരത്തിൽ കൊടുത്തത് ദൈവമാണെന്ന് മറക്കരുത്. എല്ലാവരും എല്ലാം നല്ലൊരു വാഗ്ദത്തമാണെന്ന് ഞാൻ പറയത്തില്ല. ചിലരൊക്കെ വാഗ്ദാനങ്ങളും പറയും, വാഗ്ദാനങ്ങൾ നടക്കത്തില്ല, പക്ഷെ വാഗ്ദത്തം നടക്കും. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ നിലവിൽ 3 പ്രിയപ്പെട്ടവർ വിദേശ രാജ്യത്തുണ്ട്.
ഹല്ലേലൂയ. 3 പേര് വിദേശ രാജ്യത്തുണ്ട്. സ്തോത്രം. നമ്മുടെ ഇവിടെ മീറ്റിങ്ങിന് വന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവരോടും 3 പേരോടും പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെട്ട ദൂതാണ്, വെളിപ്പാടാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ചില നന്മയുടെ പാതകൾ ഇന്ന മേഖലകളിൽ, ഇന്ന സ്ഥലങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് അറിയിച്ചു. ഞാൻ പറയട്ടെ ഒരു കാര്യം, അവര് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ദൈവകൃപയാൽ അവരെ ദൈവം നടത്തി. ഞാനൊരു ആമേൻ, എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ദൈവം അറിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, ഞാൻ ആ ചർച്ച് മീറ്റിങ്ങിന് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോ അവർക്ക് തലമുറയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് തലമുറയില്ല. അവര് വളരെ പരിതാപകരമാകുന്ന സാഹചര്യത്തിലാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവരോട് ആലോചന പറഞ്ഞു, തലമുറകളെ തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവരത് വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാമേൻ പറഞ്ഞേ. ഒരു ആൺകുഞ്ഞുമുണ്ട്, ഒരു പെൺകുഞ്ഞുമുണ്ട്. ഹല്ലേലൂയ. വാഹനത്തെ തന്ന്, അല്ലെ അവർക്ക് വാഹനമില്ലാത്തത് കൊണ്ട് വളരെ പ്രയാസം. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്കൊരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഒരു സാഹചര്യവും ഇല്ലാത്ത സ്ഥാനത്ത് സ്വർഗം അവർക്കൊരു വാഹനം നൽകി. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഇതൊരു പ്രോസ്പെരിറ്റി ആയിട്ട് നിങ്ങൾ കാണരുത്. ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹിക്കും. തിരുവെടുക്കുന്ന പറയുന്ന അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അനുഗ്രഹം അനുഭവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അനുഗ്രഹം ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, അനുഗ്രഹം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അനുഗ്രഹത്തിന്റെ പുറകെ പോകരുത്, ദൈവത്തിന്റെ പുറകെ പോകണം. സ്തോത്രം. അനുഗ്രഹത്തിന്റെ പുറകെ പോകുമ്പോഴാണ് അനുഗ്രഹം നമുക്കൊരു പ്രയാസമായി മാറുന്നത്. എത്ര അനുഗ്രഹിച്ചാലും അനുഗ്രഹത്തിന്റെ പുറകെ പോകല്ലേ, പിന്നെ ആരുടെ പുറകെ പോകണം? ദൈവത്തിന്റെ പുറകെ പോകണം. ചേർന്നൊരു ആമേൻ പറഞ്ഞു. ചേർന്നൊരു ആമേൻ പറഞ്ഞു. പ്രയാസമൊന്നും ഇല്ലാത്തവര് ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് മകൻ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ആഴമായി ഇടപെടുന്ന ഒരു വിഷയമാണ്. ദൈവം തന്ന വാഗ്ദത്തത്തിലും, വാഗ്ദത്തം തന്ന ദൈവത്തിലും നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടും. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? എന്നോട് കർത്താവേ, ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഈ വചനം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ, കർത്താവേ, അല്ലെങ്കിൽ എന്റെ ചില വിഷയത്തിന്റെ അകത്ത് നിന്റെ നീതിയെ ഒന്ന് വെളിപ്പെടുത്തണമേ. ഞാൻ അനീതിയുടെ അകത്താണോ നിൽക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കുറപ്പുണ്ട് കർത്താവേ, ഈ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ നീതിയെ ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചില ഹൃദയങ്ങളെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നീ ദൈവത്തിൽ ഈ കൃപകൾക്കുള്ളേ വിശ്വസിക്കുക. അവന്റെ നീതി ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ഇന്നു മുതൽ വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ച്, വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ച്. ഇന്ന് ദൈവത്തിന്റെ നീതി ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ, കരയുന്നവരുടെ ജീവിതത്തിൽ, ഉപവസിക്കുന്നവരുടെ ജീവിതത്തിൽ, നിലപാട് വീടുന്നവരുടെ ജീവിതത്തിൽ, ഹൃദയം മുറുകിയിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരട്ടെ. Yes. Hallelujah, 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 hallelujah. നീ നിൽക്കേണ്ടതുപോലെ നിന്നാൽ, നീ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടും.
നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ സമയത്തും കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യ സമയത്തും, എന്ന് വെച്ചാൽ യോഹന്നാന്റെ കൈക്കീഴെ സ്നാനപ്പെട്ട് സ്നാനാന്തരം കരയ്ക്ക് കയറി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് പബ്ലിക്കായിട്ട് ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇതേ ദൈവം തന്നെ, ഇതേ പിതാവ് തന്നെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി രഹസ്യ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ, രഹസ്യമായി അവർ മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുമില്ലാത്ത രഹസ്യ സാഹചര്യത്തിലും പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്ന് വെച്ചാൽ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറ്റിയില്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ പരസ്യ ജീവിതത്തിലും നമ്മുടെ രഹസ്യ ജീവിതത്തിലും ദൈവം നമ്മളെ കുറിച്ച് നല്ലത് പറയണം. അവിടെയാ കാര്യം. കുറെ ബഹളമുണ്ടാക്കുന്നതിലല്ല കാര്യം, വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നതിലല്ല കാര്യം, അനേക വിശ്വാസികളെ കൂട്ടിവരുത്തി ഇരുത്തുന്നതിലല്ല കാര്യം. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവ സാക്ഷ്യം ചേർന്ന് രാമൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇതെങ്ങനെ പരസ്യ ജീവിതത്തിൽ ബൈബിളും നോക്കി പിടിച്ച് സ്തോത്രം വെള്ളയിട്ട് ഒരു ആരാധന പോലും മുടക്കാതെ, ഒരു പ്രാർത്ഥന പോലും മുടക്കാതെ വിശ്വാസി കളിച്ച് കിടക്കുക. സ്തോത്രം. രഹസ്യ ജീവിതമോ? സ്തോത്രം. രഹസ്യ ജീവിതം എങ്ങനെയാ കൊണ്ടുപോകുന്നത്? രഹസ്യ ജീവിതം എങ്ങനെയാ നയിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ മാത്രമല്ല എന്നെ കൂടെ നിർത്തിക്കൊണ്ടാ പറയുന്നേ. രഹസ്യ ജീവിതം നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു, അവിടെയാ കാര്യം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, രഹസ്യ ജീവിതം ശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നുണ്ട്. രഹസ്യ ജീവിതം ശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് കൊണ്ടാ പറയുന്നത്. ഹല്ലേലൂയ. രഹസ്യ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ കരം നിനക്ക് ഭാരമാകും. എഴുതി വെച്ചോ, എഴുതി വെച്ചോ. ഇതിന് വള്ളി മാറ്റമില്ല. നമ്മുടെ ഇവിടെ വരുന്നൊരു സഹോദരി പരിശുദ്ധാത്മാവ് അറിയിച്ചു, അല്ലെ നിന്റെ കൂട്ടുദാസന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചു. ആ സഹോദരിയോട് രണ്ട് വിഷയമാണ് പ്രധാനപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയത്. രണ്ട് വിഷയം ആത്മാവ് പറഞ്ഞു. ഒന്നാമത്തെ വിഷയം നടന്നു. രണ്ടാമത്തെ വിഷയം പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോണം, ദൈവം എന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. നിന്റെ ഭർത്താവിന്റെ മേൽ ദൈവത്തിന്റെ കരം ഭാരമാകുന്ന ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. അല്ല, അവന്റെ ജീവിതത്തിന്റെ പോക്ക് ശരിയല്ല, അവന്റെ ജീവിത രീതികൾ ശരിയല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എഴുന്നേക്കം വയ്യാതെ കിടക്കില്ല. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ബിജോ പാസ്റ്റർ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയ രണ്ട് കാര്യം ഇപ്പൊ നടന്നു കഴിഞ്ഞു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാത്തൊരു കാര്യം ഞാൻ പറയാറില്ല. അത് നല്ലതായാലും തീയതായാലും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമേ ഞാൻ പറയത്തുള്ളൂ. എന്നോട് ആത്മാവ് ശക്തമായി ഇടപെടുകയില്ല. രഹസ്യ ജീവിതത്തെ ശുദ്ധീകരിക്കാത്തതിന്റെ മേൽ തമ്പുരാന്റെ കരം വീഴും. പേടിപ്പിക്കുകയല്ല, ഭയപ്പെടുത്തുകയല്ല. ഹല്ലേലൂയ, സ്തോത്രം. നിനക്കാ ദോഷം വരാതിരിക്കാൻ വേണ്ടി, ഇന്ന് മകൻ നിന്റെ ജീവിതം തിരുത്താൻ വേണ്ടി, ഇന്ന് മകൻ നിന്റെ ഹൃദയം മടങ്ങി വരാൻ വേണ്ടി ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് അറിയിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തമ്പുരാൻ വെളിപ്പെടുത്തുന്നത് ഞാൻ പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ ഒന്നും വലിയ ഇഷ്ടമൊന്നും അല്ല, പക്ഷെ എന്നെ അടുത്തറിയുന്നവർക്ക് എന്നെ വലിയ ഇഷ്ടവും. സ്തോത്രം. ഹല്ലേലൂയ. ഇവരെയൊക്കെ ഞാൻ പറഞ്ഞു വിടാൻ എത്രയോ നോക്കി, ഇപ്പോഴും പോകാൻ നിൽക്കുക. സ്തോത്രം. എന്നെ കാര്യം ഹല്ലേലൂയ. അവർക്ക് എന്നോടൊരു സ്നേഹമുണ്ട്. അടുത്ത് നിൽക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. ആദ്യം ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത് നിൽക്കാത്തവർക്ക്
ഈ പാസ്റ്റർ എന്താ പറയുന്നേ? ഹല്ലേലൂയ സ്തോത്രം. ശാപത്തിന്റെ വാക്കുകളാണോ, ദ്രോഹത്തിന്റെ വാക്കുകളാണോ ഈ പാസ്റ്റർ പറയുന്നേ എന്ന് തോന്നാം. പക്ഷെങ്കിൽ എന്നോട് അടുത്ത് നിൽക്കുന്നവർക്കറിയാം, ഹല്ലേലൂയ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാ പറയുന്നത്. അവർക്കൊരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. അവരെ ദൈവം കൈവിടാതിരിക്കാനാ പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു വെളിപ്പാടാണ് ഹല്ലേലൂയ രഹസ്യ ജീവിത ശുദ്ധീകരണം. അതിലേക്ക് വരാൻ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ശ്രദ്ധിച്ചു കേൾക്കണമേ. അബ്രഹാം പിതാവ് ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. അതവന് നീതിക്കായി ദൈവം കണക്കിട്ടു. അബ്രഹാമിന്റെ നീതി വെളിപ്പെട്ടത് പരിച്ഛേദനയാലല്ല, വിശ്വാസത്താലാണ്. ഒരാമേൻ പറഞ്ഞേ. അബ്രഹാം പിതാവ് ഹല്ലേലൂയ നീതീകരിക്കപ്പെട്ട എന്ന് തിരുവെഴുത്തി എഴുതിയത് പരിച്ഛേദനയാലല്ല. എങ്ങനല്ല? പരിച്ഛേദനയാലല്ല, മറിച്ച് വിശ്വാസം. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ പറയാമോ? ഇന്ന് പകൽക്കാലം ആ വിശ്വാസമാണ് നമ്മുടെ അകത്ത് വേണ്ടത്. ഹല്ലേലൂയ. പലരും വിശ്വാസി എന്ന ലേബലേ ഉള്ളൂ, കർത്താവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്നില്ല. കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കേണ്ടതുപോലെ വിശ്വസിച്ച് ജീവിക്കുന്നില്ല. ഇന്ന് പക ദൈവാത്മാവ് പറയുന്നു, വിശ്വാസി എന്ന ലേബല് ഒട്ടിച്ച് നടന്നാ പോരാ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ അകത്ത് വിശ്വാസം കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രസംഗത്തിന്റെ ശൈലി ഹല്ലേലൂയ മാറി വരുന്നുണ്ട്, എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. കാരണം അതിനനുസരിച്ചാ ദൈവം ഇത് ഊതടിപ്പിച്ചത്. വളരെ പ്രാർത്ഥനയോടിരുന്നോ, കർത്താവ് ചിലത് ഇന്ന് പകൽ ചെയ്തു തരട്ടെ. ഹല്ലേലൂയ. ഞാനും ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവനെ ശ്രദ്ധിക്കണമേ. അപ്പോൾ അബ്രഹാമിനെ മുൻനിർത്തിക്കൊണ്ട് പൗലോസ് പറയുന്നു, ഹല്ലേലൂയ വിശ്വാസത്താലാണ് ആ മനുഷ്യൻ നീതീകരിക്കുന്നത്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടു. ദൈവം അത് നീതിക്കായി കണക്കിട്ടു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, അപ്പോ വിശ്വാസത്താൽ ഒരു ദൈവത്തിന്റെ നീതി കണക്കിട്ടു. വിശ്വാസത്താൽ മാത്രമല്ല, വിശ്വസിച്ചു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാലും ഒരു നീതി ദൈവം കണക്കിട്ടു. ഒന്ന് വായിച്ച യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 2:23. യാക്കോബ് 2:23. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അവനത് നീതിയായി കണക്കിടുകയും ചെയ്തു. അടുത്തത് വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളിൽ തന്നെ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ഭാഗം ഇരിക്കെ, ഹല്ലേലൂയ സ്തോത്രം, വിശ്വാസത്തിന്റെ പ്രവൃത്തിയാലും നീതീകരിക്കപ്പെടുന്നു. അടുത്ത ഭാഗം, അടുത്ത വാക്യം, അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അടുത്ത വാക്യം. അവിണ്ണം രാഹാബ് എന്ന വേശ്യ വായിച്ചോ, ദൂതനെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തത് പ്രവർത്തികളിൽ അല്ലയോ? മതി. സ്തോത്ര ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, അവിടെ വ്യക്തമായിട്ട് പറയുന്ന രണ്ട് വ്യക്തികൾ അബ്രഹാമും രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയുമാണ്. ഹല്ലേലൂയ സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണമേ. അവരെ കുറിച്ച് പറയുന്നു, വിശ്വാസത്തിന്റെ പ്രവൃത്തിയാൽ അവരെന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടില്ലയോ? പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ വെറും പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടത്തില്ല. പിന്നെ എന്തും കൂടെ വേണം? വിശ്വാസം കൂടെ വേണം. ഹല്ലേലൂയ സ്തോത്രം. വെറുതെ പ്രവർത്തിച്ചത് കൊണ്ട് കാര്യമായില്ല, പിന്നെ വിശ്വാസം കൂടെ എന്ത് വേണം? അതിൻ്റെ അകത്ത് വേണം. വിശ്വാസത്താൽ
ഹല്ലേലൂയ. പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ നീതി കരണം വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒന്ന് വിശ്വസിക്കണം, രണ്ടെന്ത് ചെയ്യണം? ആ വിശ്വാസത്താൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. സ്തോത്രം. നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ, വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെയല്ല, മറിച്ച് കാണാത്ത കാര്യങ്ങൾ. ദൈവം നടത്തും, ദൈവം ചെയ്യും, ദൈവം പ്രവർത്തിക്കും എന്ന് വിശ്വസി. ചെയ്യുന്നു. അപ്പോൾ ഹല്ലേലൂയ. ഇടയ്ക്ക് സൂം കട്ടായിട്ടുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയും, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരണം. ഹന്ന എങ്ങനായിരുന്നു? ഹൃദയത്തെ അവൾ പകർന്നു, അല്ലേ? അങ്ങനെ വാക്യം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഹല്ലേലൂയ യഥാർത്ഥ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹൃദയത്തെ പകരുക. ഒരുത്തന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഹൃദയ പരിച്ഛേദന, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന നടക്കണമെങ്കിൽ ഹൃദയത്തെ പകരണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന നടക്കണമെങ്കിൽ ആദ്യം ഹൃദയത്തെ പകരാൻ ഒരു മനസ്സ് വേണം. സ്തോത്രം. പകരണമെങ്കിൽ, ഒന്നൊന്നിലേക്ക് പകരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതെങ്ങനെ പകരാൻ സാധിക്കും? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഖരമുണ്ട്,
ദ്രാവകമുണ്ട്, മിണ്ടുന്നില്ലെന്ന്, വാതകമുണ്ട് അല്ലേ? സ്തോത്ര, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് പകരുക എന്ന് പറഞ്ഞാൽ മനസ്സ് കട്ടിയായിട്ടിരുന്നാൽ പകരാൻ പറ്റത്തില്ല. ഹന്ന പറയാ, എന്റെ ഹൃദയത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? പകരുന്നു. എന്റെ ഹൃദയത്തെ ഞാൻ പകരുന്നു. ഹൃദയത്തെ പകരണമെങ്കിൽ ഹൃദയം വെള്ളം പോലെ ആവണം. ഹൃദയത്തെ പകരണമെങ്കിൽ ഹൃദയം വെള്ളം പോലെ ആകണം. സ്തോത്രം. കാറ്റടിച്ചാലും അനങ്ങാത്ത പാറ പോലെ ഹൃദയം ഇരുന്നില്ല. എങ്ങനെ പകരുന്നത്? ഹൃദയം പകരപ്പെടണമെങ്കിൽ വെള്ളം പോലെ ഹൃദയമാകണം. നിന്റെ ഹൃദയത്തിന്റെ അകത്തെ അധർമ്മവും പാപവും പാപ സ്വഭാവവും ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് കട്ടിയായി കിടക്കുന്ന മാലിന്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് നിന്റെ ഹൃദയം ഒരു വലിയ വെള്ളം പോലെ പകരണം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹൃദയത്തിന്റെ പരിച്ഛേദന നടക്കണമെങ്കിൽ ഹൃദയം പകരാൻ മനസ്സ് കാണിക്കണം. ഹൃദയം പകർന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹൃദയം പകർന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹൃദയം പകർന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്ന നിന്റെ പ്രവൃത്തിയാണ് സക്സസ് ആകുന്നത്. ഒരാമേൻ എത്ര പേര് പറയും? ഹൃദയം പകർന്ന് ഹൃദയത്തിന്റെ അകത്ത് പരിച്ഛേദന നടത്തുന്ന, ഹൃദയത്തെ പരിച്ഛേദനയ്ക്ക് വിധേയപ്പെടുത്തുന്ന ഒരു ദൈവ പൈതൽ ഈ ദൂതിന്റെ ശബ്ദം കേൾക്കുന്നതിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു മാറ്റവും തീരുമാനവും എടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിന്റെ പ്രവൃത്തി വിജയത്തിലേക്ക് എത്തും. നിന്റെ പ്രവൃത്തി ലക്ഷ്യസ്ഥാനത്തെത്തും. നിന്റെ പ്രവൃത്തി മഹത്വത്തിലേക്ക് എത്തും. നിന്റെ പ്രവൃത്തിയെ തടയാൻ ഒരു ശക്തിയെയും അനുവദിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയിലേക്ക് അവർ നിന്നെ എത്തിക്കപ്പെട്ടെങ്കിൽ നിന്റെ കണ്ണിൽ പോയിരിക്കുന്ന ഹൃദയം ഇന്ന് ഉയരണം. നിന്റെ ഹൃദയത്തെ പകരണം. നിന്റെ ഹൃദയത്തെ പകരണം. നിന്റെ ഹൃദയത്തെ പകരണം. പകരേണ്ടതുപോലെ നിന്റെ ഹൃദയത്തെ പകർന്നാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ചില പ്രവൃത്തികൾ ചെയ്യും. ആത്മാവ് ചില പ്രവൃത്തി ചെയ്യും. അങ്ങനെ ചില പരിച്ഛേദനകൾ നടക്കും. ഹൃദയ പരിച്ഛേദന നടക്കുന്നവർ അവരുടെ പ്രവൃത്തി സക്സസ് ആകും. അതിന് രണ്ട് തെളിവ് യാക്കോബ് വെളിപ്പെടുത്തി. ഒന്ന് അബ്രഹാം. എന്താ തെളിവ്? 22-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു, അല്ല അധികാലം ദൈവത്തിന്റെ ശബ്ദം, നിന്റെ ഏകജാതനായ പുത്രനെ നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. അബ്രഹാം അധികാലത്തെ കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെ കൂട്ടി ആ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ദൈവം പറഞ്ഞ ദേശത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. മൂന്നാം ദിവസം ആ ദേശത്ത് ദൂരത്ത് നിന്ന് ആ മനുഷ്യൻ കണ്ടു. ഇങ്ങനെ എഴുതി, അവര് ഹല്ലേലൂയ താഴ്വാരത്തെത്തിയപ്പോൾ ബാല്യക്കാരോട് അബ്രഹാം പിതാവ് പറഞ്ഞു, ഞാനും എന്റെ മകനും കൂടെ പോയി ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാം. അവരൊരുമിച്ച് വിറകെടുത്ത് മകന്റെ ഹല്ലേലൂയ സ്തോത്രം അവന്റെ ചൊല്ലിക്കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അവനത് ചുമന്നുകൊണ്ട് വന്നപ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, അപ്പൊ കത്തിയുണ്ട്, തീയുണ്ട്, വിറവുണ്ട്, പക്ഷേ മൃഗം എവിടെ? ഹല്ലേലൂയ ഇത് ചോദിച്ചു. അവര് മുൻപോട്ട് കടന്നു പോകുമ്പോൾ ആ ദേശത്തിന്റെ മുഖഭാഗത്തേക്ക് എത്തി. നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, യാഗപീഠമൊരുക്കി വിറകടുക്കി. ഹല്ലേലൂയ സ്തോത്രം. ആ വിറകിന്റെ മേൽ ഹല്ലേലൂയ സ്തോത്രം ആ തലമുറയുടെ കയ്യും കാലും പിടിച്ചു കെട്ടി ആ വിറകിന്റെ മുകളിൽ കിടത്തി. ഹല്ലേലൂയ സഞ്ചിക്കകത്തു നിന്ന് കത്തിയെടുത്ത് കഴുത്തിന്റെ താഴോട്ട് പിളർന്ന് ഹല്ലേലൂയ കീറി പിളരാൻ വേണ്ടി കത്തി കെട്ടിയപ്പോൾ ദൈവത്തിന്റെ ശബ്ദം, അബ്രഹാമേ ബാലന്റെ മേൽ കൈവക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്താ അബ്രഹാമിന്റെ വിശ്വാസത്താലുള്ള പ്രവൃത്തി? അല്ലെങ്കിൽ 100-ാമത്തെ വയസ്സിൽ ഒരു തലമുറയെ ദൈവം കൊടുത്തു. ആ തലമുറയെ ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം ഒരു മടിയും കാണിക്കാതെ വിശ്വസിച്ചേറ്റെടുത്ത ആ വിശ്വാസത്താൽ ഈ തലമുറ പോയാൽ, എനിക്ക് ദൈവം ആ തലമുറ മരിച്ചാൽ ആ തലമുറയെ ജീവിപ്പിച്ചു തരാൻ പോലും എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളൊരു വിശ്വാസം
അബ്രഹാമിന്റെ അകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ കണ്ടോ, ദൈവം പറഞ്ഞൊരു കാര്യത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തോടെ പ്രവർത്തി ചെയ്തപ്പോൾ തിരുവെടുത്തിങ്ങനെ ഇറക്കി. തല തിരിഞ്ഞ് നടന്ന അബ്രഹാം മോറിയ ദേശത്ത് തല ഉയർത്തി. അവൻ തല ഉയർത്തി. അതിന് ഇങ്ങനെ പറയുന്നു, യഹോവ അവന് വേണ്ടി കരുതിയത് വെളിപ്പെട്ടു വന്നു. യഹോവ അവന് വേണ്ടി കരുതിയത് വെളിപ്പെട്ടു വന്നു. ഇന്ന് വിശ്വാസത്തോടെ പ്രവർത്തിക്കാറായാൽ നിനക്ക് വേണ്ടി കരുതിയത് വെളിപ്പെട്ടു. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കുന്നോട് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ വിശ്വാസം പ്രവർത്തിയും കൂടെ ചേരുമ്പോൾ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ കരുതൽ നീ കാണും. ദൈവത്തിന്റെ കരുതൽ നീ കാണും. ഇന്നവൻ എത്രവരെ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തെ വിശ്വസിച്ച് പ്രവർത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയാം, നീ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നിന്റെ തലമുറകളെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ തലമുറകളെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇന്നവരെ ദൈവാത്മാവിനോട് പറയുക, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ പ്രവർത്തിയെ ചെയ്യുക. നിന്റെ ആത്മാവിനെ വിളിച്ചു പറയുക, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൽ വിശ്വസിക്കാതെ ജഡത്തിന്റെ പ്രവർത്തി ചെയ്യുന്ന നീയും നിന്റെ തലമുറകളും ശാപിക്കപ്പെടും. ദൈവത്തിൽ വിശ്വസിച്ച ദൈവത്തിന്റെ പ്രവർത്തി ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാതെ ദൈവത്തിനോട് ചെയ്യേണ്ട പ്രവർത്തിയിൽ നിന്ന് അവിശ്വസ്തത കാണിച്ച് നിൽക്കുന്നവർ ശപിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ പാപം ചെയ്തു. നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്. എന്നാൽ പാപം ചെയ്തവനെ വെളിപ്പെടുത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ അകത്തുള്ള വ്യക്തിയെ പുറത്തു കൊണ്ടുവന്നു. തിരുവെടുത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, ആ പാപം ചെയ്തവനെ മാത്രമല്ല ശിക്ഷിച്ചത്, അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ കുലത്തെയും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്ന്, ജഡത്തിന്റെ കയ്യിൽ നിന്ന് അവനെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടുന്നു. വിശ്വസിച്ചു പറയാ, ദൈവത്തിൽ വിശ്വസിച്ച് തന്റെ പ്രവൃത്തിയെ ചെയ്യുന്ന ദൈവമക്കളെ, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമ്പോൾ മറുവശത്ത് ദൂത്, നിന്റെ പ്രവൃത്തി ദൈവഹിതമല്ലാത്തതാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരമായിരിക്കും ഭാരമായി വീടുക. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മാനസാന്തരപ്പെടാം, നമുക്കൊന്ന് തിരുത്തപ്പെടാം, ദൈവത്തിലേക്ക് നമുക്ക് അതാ പറയുന്നേ, വിശ്വാസത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് നീതി വെളിപ്പെട്ടെ? ആ തലമുറയെ തകർത്തു കളയാതെ ആ തലമുറയ്ക്ക് പകരം മറ്റൊരു കുഞ്ഞാടിനെ വിശ്വസിച്ചു പ്രവൃത്തി അവൻ ചെയ്തു. അവളെ ചേർത്ത് പിടിച്ചു. അവളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന് പറയുന്നു, അവരെ ഉള്ളിപ്പിച്ചു. ഇങ്ങനെ ഒറ്റക്കാര്യം വന്നു എന്ന് സ്വപ്നം ചെയ്തു. അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അതാരാണെന്ന് അറിയാൻ, അത് ആരാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഇവര് വന്നു. ഇവർക്ക് മനസ്സിലായി ഒറ്റുകാരി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതാരാണെന്ന്
അറിയാൻ വേണ്ടി അല്ലെങ്കിൽ രാജാവിന്റെ വീട്ടിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു, ശരിയാണെന്ന് അവർ തിരിച്ചു. നിങ്ങൾ പുറകെ ചെന്നാൽ അവരെ പിടിക്കുക, പക്ഷേ ഇവൾ അവരെ ഒളിപ്പിച്ചു. ഒളിപ്പിച്ചു പാതയിലൂടെ അവരെ 3 ദിവസം ആരും കാണാതെ അവരുടെ പ്രവൃത്തിയാണ്. അവരെ തള്ളിക്കളയാതെ അവൾ അവരെ ചേർത്ത് വിളിച്ചു. അവരുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം നിങ്ങൾ ഈ ദേശത്തെ കൈവശപ്പെടുത്താൻ വരുമ്പോൾ, നിങ്ങൾ ഈ ദേശത്തെ പിടിച്ചെടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ ഞങ്ങളെ ഓർക്കണം. സ്തോത്രം. അവര് പറഞ്ഞു, ഒരു ചുവന്ന ഹല്ലേലൂയ സ്തോത്രം കയർ, അല്ലെങ്കിൽ നീ അത് കിളിവാതിൽ കെട്ടി ഞങ്ങളെ ഇറക്കി വിട്ട വാതിൽ ഒരു ചുവന്ന ഹല്ലേലൂയ സ്തോത്രം, ഒരു ചുവന്ന കയർ നീ കെട്ടിയിടണം. അത് കാണുമ്പോൾ നിന്റെ ഹല്ലേലൂയ ബന്ധുക്കാര്, നിന്റെ ചാച്ചക്കാരെ എല്ലാം നീ ഇവിടെ സമയത്ത് കൊണ്ടുവരണം. തിരുവെഴുത്ത് പറയുന്നു, ഹല്ലേലൂയ രാഹാബിന്റെ കുടുംബത്തെയും അവർ രക്ഷിച്ചു. ഹല്ലേലൂയ ദേശത്തിന്റെ ണെങ്കിലും തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ അവരെ കുടുംബത്തെ രക്ഷിച്ച പ്രവൃത്തിയാണ്. മർമ്മം വിളിച്ചു പറയാം, വിശ്വസിക്കുക മാത്രമല്ല നിന്റെ വിശ്വാസത്തിലുള്ള പ്രവൃത്തിയും നിനക്കൊരു രക്ഷ തരും. എത്ര പേര് പറയും രക്ഷ തരും, വരിക. അപ്പം ഒന്ന് വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ പ്രവൃത്തി. എന്താ? ഒന്ന് വിശ്വസിക്കുകയും പിന്നെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയും. വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ പറയാ കണക്കിടുന്നു. എന്താ കണക്കിട്ടത്? അതുകൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്താ കണക്കിട്ടത്? അല്ലെങ്കിൽ ഹൃദയപരിച്ഛേദന വരേണ്ടത് കണക്കിട്ട വിഷയത്തെ ആസ്പദമാക്കി മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ കണക്കിട്ടത്? അല്ലെങ്കിൽ സ്തോത്രം റോമാലേഖനത്തിൽ റോമൻ 5:12 വായിച്ച് 5:12 വേഗത്തിൽ റോമാലേഖന ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യന്റെ പാപം സകല മനുഷ്യനിലും കണക്കിട്ടു. അതാണ് ഒന്നാമത്തെ. ഏക മനുഷ്യന്റെ പാപം സകല മനുഷ്യന്റെ മേലും കണക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ. സ്തോത്രം ചെയ്യുന്നു. ഏക മനുഷ്യന്റെ പാപം സകല മനുഷ്യന്റെ മേൽ കണക്കെടുത്തു. 11 വാക്യം ഒന്ന് വായിച്ച് അതിൽ തന്നെ അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിന് അനേക പാപികളായി തീർന്നു. ഏക ന്യായസ്ഥനം അനേക നീതിമാന്മാരായി തീർന്നു. ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കണക്കിടിയിൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം സകല മനുഷ്യന്റെ കണക്ക്. അതാ ഒന്നാമത്തെ കണക്ക്. സ്തോത്രം. ഒരു മനുഷ്യന്റെ പാപം സകല മനുഷ്യന്റെ പേരും എന്ത് ചെയ്തു? കണക്കെടുത്തു. ഒരു മനുഷ്യന്റെ പാപം സകല മനുഷ്യന്റെ പേരും എന്ത് ചെയ്തു? കണക്കെടുത്തു. അതാണ് ഒന്നാമത്തെ കണക്ക്. സ്തോത്രം. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം സകല മനുഷ്യന്റെ പേരിൽ
പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മളവിടെ 12 വായിച്ചു. ഒന്നാമത് കണക്ക് ഒരു മനുഷ്യന്റെ പാപം സകലരുടെ മേൽ കണക്കിട്ടു. രണ്ടാമത് സകല മനുഷ്യരുടെയും പാപം ഒരുവന്റെ മേൽ കണക്കിട്ടു. അതാണ് രണ്ടാമത്തെ കണക്കിൽ. ഒന്ന്, ഒരു മനുഷ്യന്റെ പാപം സകല മനുഷ്യരുടെ മേൽ കണക്കിട്ടു. അതുകൊണ്ട് എന്തോ പറ്റിയറിയാമോ? മരണം. മരണം. സ്തോത്രം. സകല മനുഷ്യരുടെ മേൽ കണക്കിട്ട പാപം ഒരുവന്റെ മേൽ ദൈവം കണക്കിട്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ 21 പറയുന്നത്, പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്, ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കാവുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് വിശേഷിപ്പിക്കുന്നത്. കൊണ്ടാണ് അവരിലൊരു പാപവും ഇല്ലായിരുന്നു, പക്ഷേ അവരെ പാപിയാക്കിയെന്നാണ് 1 യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതപ്പെട്ടത്. അവന് പാപമില്ലായിരുന്നു, പക്ഷെ അവനെ പാപിയാക്കി. ഒരു മനുഷ്യന്റെ പാപം സകല മനുഷ്യരുടെ കണക്ക്. സകല മനുഷ്യരുടെ പാപം യേശുവിൽ കണക്കിട്ടു. ഇനിയും അടുത്ത ഒരു കണക്കിലുള്ളത് നമ്മൾ വായിച്ചു. ആ യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ പാപമല്ല, നീതി കണക്കിട്ടു. പറയാമോ? പറയാം. സകല മനുഷ്യ, ഒരു മനുഷ്യന്റെ പാപം സകല മനുഷ്യരിലും കണക്കിട്ട്, സകല മനുഷ്യന്റെ പാപവും യേശുവിൽ കണക്കിട്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമല്ല കണക്കിട്ടു, നീതിയാണ് കണക്കിട്ടത്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിനക്ക് നീതീകരണം നടക്കണമെങ്കിൽ, നിന്റെ പാപത്തിന്റെ ജീവിതത്തിൽ നിന്ന് വായിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നീ യേശുവിൽ വിശ്വസിക്കണം. പാപത്തിന്റെ വഴികൾ വിട്ട് മാറിയിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് പാപം നീതിയാണ്. പറയാം, നീതിയാണ് കേട്ടത്, നീതിയാണ് കേട്ടത്. എടുത്തത് പഠിപ്പിന്നെ സ്തോത്രം. വിശ്വസിക്കുന്ന നീതിക്കാതെ നീതിയായി വെളിപ്പെട്ടു. മരണത്തിലേക്കാണ് നമ്മളെ കളിയ പാപം കൊണ്ടുപോയതെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരാളെ ചേർന്ന് പറയാൻ പോകും. 5-ന്റെ 11 വായിച്ചേ. 5-ന്റെ 11. ഏകന്റെ ലംഘനം. യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴുന്നത്, ഏറ്റവും അധികമായി ജീവനിൽ വാഴുന്നത്. ഇന്ന് പഴയകാലം ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എന്താ? നീതി, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ നിത്യമായ മരണത്തിന് വിട്ടുകൊടുക്കാതെ നമ്മളെ ജീവനിൽ വാഴിക്കുന്ന ദൈവത്തിന്റെ നീതി. അതോടൊപ്പം ദൈവം എങ്ങനെ അർത്ഥപ്പെട്ടിരിക്കാൻ പറ്റും? ഈ നിത്യമായ എനിക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു നീതിയുണ്ട്. അതാണ് ക്രിസ്തുവിലുള്ള നീതി. ഇന്ന് പകൽക്കാലം ഹൃദയംഗമായി പ്രാർത്ഥിക്കണം, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നീതിയെ ഞാൻ മനഃപൂർവമായി അല്ലാതെയോ ഞാൻ നിഷേധിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഇന്ന് ക്ഷമിക്കണം. ഇന്ന് എന്നോട് ക്ഷമിക്കണം. എന്നോട് മനഃപൂർവമായി വെച്ചിരിക്കുന്ന നീതിയെ ഞാൻ നിഷേധിക്കുന്നുണ്ട്. എന്റെ വാക്കിൽ, എന്റെ പ്രവൃത്തിയിൽ, എന്റെ സംസാരത്തിൽ, എന്റെ ഇടപാടുകളിൽ ഹല്ലേലൂയ മനഃപൂർവമായി അങ്ങ് വെച്ച നീതിയെ ഞാൻ നിഷേധിക്കുന്നെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിക്കണം.
എന്നോട് അങ്ങ് ക്ഷമിക്കണം. ഇന്ന് പകൽ നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, അത് ഇവിടെ ആയിക്കൊള്ളട്ടെ, സൂമിലായിക്കൊള്ളട്ടെ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമുമ്പാകെ സമർപ്പിക്കണം, ദൈവമുമ്പാകെ ഏൽപ്പിക്കണം. കർത്താവേ, എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ നീതി, കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയ നീതി, ആ നീതിയെ നിഷേധിക്കുന്ന എന്റെ ജീവിതത്തിലെ കുറവ് എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവിതത്തിലെ പോരായ്മ എന്നോട് ക്ഷമിക്കണം. ആർക്ക് സമർപ്പിക്കാൻ മനസ്സുണ്ടോ അതിനെ തമ്പുരാൻ പിടിപ്പിക്കും, അതിനെ തമ്പുരാൻ രക്ഷിക്കും. അല്ലാത്തത് അടിമേടിച്ചു കൂട്ടിക്കോളും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആഴമായി എന്നോട് ഇടപെടുന്നു. നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് നിൽക്കുക. നീ അതിനെ പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്, നീ അതിനെ ഹൃദയം കൊണ്ട് തട്ടിക്കളയരുത്. നിന്റെ മുമ്പിൽ ഒരു ദൈവത്തിന്റെ നീതി വന്ന് നിൽക്കുക. നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഒരു നീതി നിൽപ്പുണ്ട്. നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ഒരു നീതി വന്ന് നിൽപ്പുണ്ട്. നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ ഒരു ദൈവത്തിന്റെ നീതി. ഒന്ന് കണ്ണുകൾ അടച്ച്, എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച്, എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച്. ശബ്ദരാജകൾ പ്രവർത്തനമനകസ്യ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചൊന്ന് പ്രാർത്ഥിച്ച് എന്നോട് ശക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ നീതി നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ഇന്ന് പകൽ പുറംകാലുകൊണ്ട് നീ അതിനെ തട്ടിക്കളയരുത്, നീ അതിനെ തട്ടിക്കളയരുത്. നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി, നിന്റെ ഇടപെടൽ, നിന്റെ സംസാരം എല്ലാം കർത്താവിനറിയാം. അതിൽ ഞാനും നീയും എന്ത് പറഞ്ഞാലും ദൈവത്തിനറിയാം. നിന്റെ ഹൃദയത്തിലൂടെ പോകുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് ആഴമായി ഇടപെടും. ഇന്ന് പകൽ ഒരു നീതി വെളിപ്പെട്ട് നിൽപ്പുണ്ട്. പുറംകാലുകൊണ്ട് തട്ടിക്കളയരുതേ. ഇനിയും ചിലപ്പോ ഈ ദൂത് നിന്നോട് പറയാൻ ആരും കാണത്തില്ല. ഇനിയും ദൈവത്തിന്റെ കരമായിരിക്കും ഇറങ്ങുന്നത്. അതിനിട വരുത്തരുതേ, അതിനിട വരുത്തരുതേ. ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ഒരു നീതി വെളിപ്പെട്ട് നിൽക്കുക. നീ ഇരു കൈ നീട്ടിയത് സ്വീകരിക്കുക. നിന്റെ ഹൃദയം പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തെ ഒന്ന് പകരു നീ, നിന്റെ മനസ്സിനെ നീ ഒന്ന് പകരു നീ, നിന്റെ ഉള്ളത്തെ ഒന്ന് പകരു നീ. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ച് അർത്ഥപ്രവാഹന അദൽകമന ഘടകസ്യാധരമന കുടിയംശസി ഹല്ലേലൂയ ഹല്ലേലൂയ അന്തരാജാനൽ പ്രവക്ഷിയാന്തൽകമനകസി. കഴിഞ്ഞ ദിവസം ഇന്നലകളിൽ മിനിഞ്ഞാന്നുകളൊക്കെ നമ്മൾ കാണുക. ഹല്ലേലൂയ സ്തോത്രം. മാധ്യമങ്ങളിൽ ഏറ്റവും അധികം വൈറലായിരിക്കുന്നതാണ് ഹല്ലേലൂയ സ്തോത്രം ദിലീപിന്റെ വിഷയം. ഹല്ലേലൂയ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയപ്പോൾ ഒരു വശം പറയുന്നു അദ്ദേഹത്തിന്റെ, മറുവശം പറയുന്നില്ല നീതിയാണ്. നീതിയോടുള്ള നീതിയല്ല ഈ ലോകത്തിന്റെ നീതിയല്ല, സ്വർഗത്തിന്റെ നീതി. ഈ ലോകത്തിന്റെ നീതിയല്ല, സ്വർഗത്തിന്റെ നീതി. അവൻ അളന്നു കുറിച്ച് സ്തോത്രം വിധിക്കുന്ന ദൈവമാണ്. കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അവനോട് നീതി നിന്റെ ജീവിതത്തിൽ നീ അത് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് പറയുന്നത് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ മനസ്സുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, ക്ഷമിക്കണേ കർത്താവേ, എന്റെ വീഴ്ചയോട് ക്ഷമിക്കണമേ കർത്താവേ, ഞാൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അറിയാതെ ക്ഷമിക്കണമേ. ഞാനിത് പറയുന്നത് അതിലൊരു നീതിന്റെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ാവിക്കാൻ കഴിഞ്ഞാൽ അത് വിടുതലാണ് കുഞ്ഞിനെ, അത് വിടുതലാണ്, അത് വിടുതലാണ്. ദൈവത്തിന്റെ നീതി നമ്മുടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് വിടുതലാണ്. നാളെ ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ നീ തപ്പി നടന്നാലും കിട്ടിയെന്ന് വരത്തില്ല. നാളെ ഒരു പക്ഷേ നീ അതിന്റെ പുറകെ പോയാൽ ലഭിച്ചൊന്നും വരത്തില്ല.
വെളിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഇന്നാണ് രക്ഷാദിവസം, ഇന്നാണ് സുപ്രസാദകാലം. നാളത്തേക്ക് മാറ്റി പറയുന്നത് ഇന്നാണ് ആ ദിവസം. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ചില പൈശാചിക പ്രതിസന്ധികളെ അതിജീവിക്കത്തക്കവണ്ണമുള്ള ദൈവത്തിന്റെ നീതിയുള്ള കാലം എന്റെ ജീവിതത്തിൽ അവിടുന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത്, ഞാൻ ഈ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത്, ഞാൻ ഈ കരയുന്ന വിഷയത്തിന്റെ അകത്ത്, എന്റെ ചങ്ക് തകർന്നിരിക്കുന്ന ഈ വിഷയത്തിന്റെ അകത്ത് കർത്താവേ എനിക്ക് നീതി വെളിപ്പെടുത്തണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നവർക്ക് സ്തോത്രം. നമ്മുടെ മുൻപിൽ ഒരു ദൈവത്തിന്റെ നീ പറയാറില്ല. പലരും എന്നോട് നീതി കാണിക്കില്ല, പലരും എന്നെ അനീതിയായിട്ടാണ് കാണുന്നത് നീ ചിന്തിക്കാൻ പറയാറില്ലേ? ബോധ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന, ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന ഇന്ന് പല ആത്മാവ് അതിന്റെ വെളിപ്പെടുത്തി നിർത്തിയ ദൈവത്തിന്റെ നീതി. ദൈവാത്മാവിൽ പറയുന്നു, അനീതിയുള്ള വാക്കുകൾ, അനീതിയുള്ള പ്രവർത്തികളിൽ നിന്ന് ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട് ജനം മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം. കൂടുതലും വേദിക വംശീകാത്മകം ജീവിതത്തിൽ ദൈവത്തിന്റെ നീതിയല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് ഇന്ന് പകൽ മടങ്ങി വരാൻ യേശുവിന്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് എനിക്ക് ഇതുകൊണ്ട് പ്രാർത്ഥിക്കുക. ആരൊക്കെ കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടത്തില്ല, ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നില്ല, ആരൊക്കെ മറന്നാലും ദൈവം നിന്നെ മറക്കത്തില്ല. ഒന്ന് ഏൽപ്പിച്ചുകൊടുക്കുക, ഒന്ന് സമർപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചു വിശ്വസിച്ചവരെ ദൈവത്തിന്റെ നീതിയുടെ അവരുടെ കൊണ്ട് തീർന്നില്ല. വിശ്വാസത്തിലുള്ള പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അവരുടെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ ഈ വെളിപ്പെട്ട പാപത്തെ ഒരുവന്റെ മേൽ ചുമത്തി. നമ്മുടെ അതിക്രമങ്ങളെ അവന്റെ മേൽ ചുമത്തി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ ദൈവം ചുമത്തി. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് മരണമല്ല, നിത്യമായ ജീവനിലേക്ക് നമ്മളെ അവൻ പ്രവേശിപ്പിച്ചു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നുണ്ട്? നന്ദിയോടെ പാപത്തെ സ്നേഹിത